ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു കൂട് ഭസ്മവും ഒരു കർപ്പൂരവും മാത്രം മതി. ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ ശനിയാഴ്ച വൈകുന്ന പാട് 10 മണിക്ക് ശേഷം വീട്ടിൽ ചെയ്യുക. നിങ്ങളെ പുച്ഛിച്ചവർ, നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ, നിങ്ങളുടെ എതിരെയുള്ള എത്ര വലിയ ശത്രു ആണേലും, അല്ലെ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരാണേലും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ വരും എന്ന് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു കാര്യവും ശിവഭഗവാൻ നിങ്ങൾക്ക് നടത്തി തരുമെന്നുള്ളതാണ് ന്യായമായ സത്യസന്ധമായ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു കാര്യമാണ്. ജീവിതത്തിലെ സർവ്വതും ആഗ്രഹിക്കുന്ന എല്ലാം ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. അത് സമ്പത്തായിക്കോട്ടെ, ഒരു ശത്രുക്കളുടെ മേൽ വിജയമായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിൽ നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന കാര്യമായിക്കോട്ടെ, എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. നിങ്ങളെ പറഞ്ഞവർ പോലും നിങ്ങളുടെ കാൽ ചുവട്ടിൽ വരും. അപ്പം അങ്ങനെയുള്ള ഒരു വിദ്യയാണ് ഇത്. ശിവരഹസ്യമാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇത് ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ ചെയ്യണം. അതോടൊപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. കാരണം ഞാൻ ഈ വീഡിയോക്കകത്ത് ഈ മന്ത്രരഹസ്യം എന്ന് പറഞ്ഞൊരു ഭാഗം പറഞ്ഞു തരുന്നുണ്ട്. അത് മനസ്സിലാക്കുന്നവർക്ക് ഏത് മന്ത്രം ചൊല്ലിയാലും ആ മന്ത്രം വശപ്പെടുത്തുവാനും, ആ മന്ത്രം കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, ആ മന്ത്രം എന്തിനു വേണ്ടിയാണോ ചൊല്ലുന്നത്, ആ ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. ആ ലക്ഷ്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും. മന്ത്രരഹസ്യം ഞാനീ പറയുന്ന കാര്യം ആരും പറഞ്ഞു തരത്തില്ല. നിങ്ങൾ കേൾക്കും, മനസ്സിലാവും. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. പിന്നെ ഒരു അത്ഭുതകരമായ ഒരു പ്രഭാത രഹസ്യം, ശിവരഹസ്യം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ വീട്ടിൽ ദുരിതങ്ങൾ മാറുന്ന ഒരു ധന്വന്തരി മൂർത്തിയുടെ ചെയ്യാവുന്ന ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ഇതൊരിക്കലും വേറെ ആരും ഒരിടത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് അത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില, ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. എല്ലാ ചെയ്യുന്ന രീതി ഞാൻ പറയും. ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങളും ലളിതമായ കാര്യങ്ങളെ പറയത്തുള്ളൂ. ശനിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷം ഒരു തട്ടത്തിൽ കുറച്ച് ഭസ്മം എടുക്കുക. ഭസ്മം നമ്മളൊരു 10 രൂപയുടെ ഭസ്മം മേടിക്കുക. ചെറിയ കൂട് ഭസ്മം ഉണ്ടല്ലോ, ആ ഭസ്മം മേടിച്ച് ഒരു തട്ടത്തിനകത്തോട്ട് അത് ഭസ്മം പൊട്ടിച്ചിടുക. എന്നിട്ട് അതൊന്ന് നിരത്തുക. അതിൻ്റെ അകത്ത് ഒരു കർപ്പൂരം, ഒറ്റ കർപ്പൂരം വെച്ച് ആ തട്ടത്തിൽ വെച്ച് അത് കത്തിക്കണം. കത്തിച്ചിട്ട് ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നിലോട്ട് കാണിച്ച്, ആ ഫോട്ടോയ്ക്ക് മുന്നിൽ കാണിച്ച് ഞാനീ പറയുന്ന മന്ത്രം വാ കൊണ്ട് ജപിക്കുക. എന്നമ്മ ശിവ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. ഇത് തെറ്റിക്കരുത്. കാരണം ഈ രീതിയിലുള്ള ഒരുപാട് മന്ത്രങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. അക്ഷരങ്ങൾ തെറ്റിക്കരുത്. വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം. അതുകൂടെ നോക്കിയിട്ട് ജപിക്കാവുള്ളൂ. എന്നമ്മ ശിവ. നമശിവായ തന്നെ പ്രത്യേക രീതിയിൽ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുന്ന രഹസ്യവിദ്യകളാണ്. എന്നമ്മ ശിവ എന്ന് വാ കൊണ്ട് 3 തവണ ജപിക്കുക. പിന്നെ മനസ്സിൽ 3 തവണ ജപിക്കുക. എന്നിട്ട് ആ കർപ്പൂരം കത്തി തീരുന്നിടം വരെ മനസ്സിൽ ജപിക്കുക. ആദ്യം വാ കൊണ്ട് 3 തവണ ജപിക്കുക. പിന്നെ മനസ്സിൽ 3 തവണ ജപിച്ചിട്ട് ആ കർപ്പൂരം കത്തി തീരുന്നിടം വരെ മനസ്സിൽ വീണ്ടും ജപിച്ചുകൊണ്ടിരിക്കുക. ഈ എന്നമ്മ ശിവ. ഇത് ഇങ്ങനെ ശനിയാഴ്ച രാത്രി 10 മണിക്ക് ശേഷം നിങ്ങളുടെ വീട്ടിൽ ചെയ്യുക. ഇനി ശിവന്റെയും ഫോട്ടോ, പാർവതി ദേവിയുടെയും ഫോട്ടോയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയൊരു ഫോട്ടോ ഇല്ലെങ്കിൽ, വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു ഫോട്ടോയും കാണിക്കാതെ തന്നെ ഈ തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് ഭസ്മം തട്ടത്തിലിട്ട് ഭസ്മം നിരത്തി അതിലൊരു കർപ്പൂരം, സാധാ കർപ്പൂരം മതി, കത്തിച്ച് വടക്കോട്ട് തിരിഞ്ഞ് ഈ മന്ത്രം വാഗൊണ്ട് 3 തവണ ജപിക്കാം. പിന്നെ കർപ്പൂരം കത്തി തീരുന്നിടം വരെ മനസ്സിൽ ജപിക്കാം. അങ്ങനെ ചെയ്താലും മതി. ശിവന്റെയും പാർവതിയുടെയും ഫോട്ടോ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ തന്നെ കാണിച്ചാൽ മതി. ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഏത് ദിവസവും വൈകുന്നപാട് ചെയ്യുക. പക്ഷെ ശനിയാഴ്ച ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഇത് ആവർത്തിക്കാം. തീർന്നല്ല. എന്നിട്ട് ഇതിന്റെ ഭസ്മം എടുത്ത് അല്പം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കാം. സർവ്വവശ്യമായിരിക്കും. മാത്രമല്ല, ഏത് ശത്രുക്കളുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിക്കാനും, ശത്രു നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയാനും, ശത്രു നിങ്ങളെ പുച്ഛിച്ചവരെ നിങ്ങളെ
നിങ്ങളെ ശത്രുതയുള്ളവരെ, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുത്തുന്നവരെ നിങ്ങളുടെ കാൽ ചുവട്ടി വരാനും നല്ലതാണ്. അല്പം ഭസ്മം എടുത്ത് ഒരു പേപ്പറിനകത്താണെങ്കിലും മതി, പൊതിഞ്ഞ് നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടത് കൈയിൽ പിടിച്ച് യനമ ശിവ മനസ്സുകൊണ്ട് 3 തവണ ജപിച്ച് കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ പാൻറ്റിൻ്റെ പോക്കറ്റിലിടാം. ഇത് വൈകുന്നപാട് രാത്രിയിൽ ഇത് എടുത്തു വെക്കുക. രാവിലെ വീണ്ടും ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇടാം. ഭസ്മം ഒരാഴ്ച കഴിയുമ്പോൾ മാറാം. അത് ഈ തട്ടത്തിലെ ഭസ്മം മാറാം. പിന്നെ നിങ്ങൾ ഈ കയ്യിൽ ഉപയോഗിക്കുന്ന തട്ടത്തിൽ നിന്ന് എടുത്ത ഭസ്മം ഉപയോഗിക്കുന്നത് അതും ഒരാഴ്ച കഴിയുമ്പോൾ മാറാം. ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഇത് പേഴ്സിനകത്തും വയ്ക്കാം, മാത്രമല്ല ഓഫീസിലും വയ്ക്കാം. ഇത് എവിടെ വെച്ചാലും പേഴ്സിനകത്ത് നിങ്ങളുടെ പണം വെക്കുന്ന കൂട്ടത്തിൽ ഈ തട്ടത്തിൽ നിന്ന് അല്പം ഭസ്മം എടുത്ത് ഒരു ചെറിയ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വെച്ച് അതിൻ്റെ കൂടെ പണം വയ്ക്കുന്നത് നല്ലതാണ്. ഇത് അത്ഭുതകരമായ ഒരു മന്ത്രമാണ്. ഇതിൻ്റെ ഫലം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ആ വ്യക്തിക്ക് സാധിച്ചു കൊടുക്കാത്തതായിട്ട് യാതൊന്നുമില്ല. നമ ശിവ ഇങ്ങനെ ഒന്നിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് അത്ഭുത രഹസ്യമാണ് കേട്ടോ, അത്ഭുതമായ രഹസ്യമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടും. ഒരു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ, ഒരു വിദേശത്ത് പോകാൻ, അല്ലെങ്കിൽ ഒരു പ്രൊമോഷന്, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളുമായിട്ട് ശത്രുത മാറി മിത്രമാകണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ നിങ്ങൾക്ക് എവിടെയും വിജയിക്കാൻ, ഏത് കാര്യത്തിനും ഇത് ഉപയോഗപ്പെടും. അപാരമായ വശ്യമാണിത്. ശത്രുവശ്യമാണ്, രാജവശ്യമാണ്, ലോകവശ്യമാണ്, ജനവശ്യമാണ്, സർവവശ്യമാണ്, ദേവവശ്യമാണ്. ദൈവങ്ങളെപ്പോലും വശ്യമാകും എന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഏത് ദേവതയുടെ മുന്നിൽ ചെന്നാൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലും ആ ദേവത നമുക്ക് അനുകൂലമായിട്ട് വരും. ദേവതാവശ്യമാണ്, അതുപോലെ സർവഭൂതവശ്യമാണ്. അതായത് സർവ്വതിനെയും വശീകരിക്കുന്ന, അല്ലെ സർവ്വതിനെയും നിങ്ങളുടെ ഈ മന്ത്രശക്തി നിങ്ങളെ സർവ്വതും നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഈ മന്ത്രം പിന്നീട് നിങ്ങൾ ദിവസവും ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, എന്ന് വെച്ചാൽ നിങ്ങളിപ്പം വണ്ടിയിലിരിക്കുമ്പോഴോ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കോ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒന്നുമല്ല, ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ ജപിക്കുക. മനസ്സിൽ മാത്രം യനമ ശിവ യനമ ശിവ യനമ ശിവ യനമ ശിവ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജപിക്കുക. സർവ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും എന്നുള്ള അത്ഭുതകരമായ വിദ്യയാണ്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല കേട്ടോ. അതാണ്, ഇതിനപ്പുറത്തൊരു കാര്യമില്ല. അത്ര വിദ്യയായി പറഞ്ഞായിരുന്നു. ഇത് നിങ്ങൾ ശിവഭഗവാനെ മാസത്തിലൊന്ന് ശിവക്ഷേത്രത്തിൽ പോയി ഏതെങ്കിലും ശനിയാഴ്ചയോ പക്കനാളിനോ പോയി ശിവഭഗവാന് പാൽപ്പായസം, പാർവ്വദേവിക്ക് പിൻവിളക്കം നടത്തി ആ ഭഗവാനോടും അമ്മയോടും നന്ദി പറയുക. ഇങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നതിൽ ഇതൊന്നും എൻ്റെ കഴിവല്ല. എനിക്ക് പരമേശ്വരനും തരുന്ന എൻ്റെ കഴിവല്ല. നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ, ദിവ്യമായ ഇതുപോലെ അറിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ, ഈ അറിവുകൾ വഴി നിങ്ങൾക്ക് ദിവ്യശക്തി കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പാർവതി ദേവിയോടും ശിവഭഗവാനോടും നന്ദി പറയുക. എന്നെ വഴിവെച്ച് കണ്ടിട്ട് മിണ്ടിയില്ലേ പോലും ഒരു കുഴപ്പമില്ല. എന്നാൽ എനിക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. കാരണം ഞാൻ ഇതൊന്നും അല്ല. ഞാൻ ആ ഈശ്വരനാണ് എല്ലാം പറഞ്ഞ്, പരമേശ്വരിയുടെ അറിവാണ്. അപ്പം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. ഇത് ഏതൊരാളുടെയും ജീവിതം മാറ്റിമറിക്കുന്ന കാര്യമാണ്. നിങ്ങളെ പുച്ഛിച്ച് തള്ളിയവരെ, നിങ്ങളെ ഒന്നുമല്ലെന്ന് പറഞ്ഞ് നിങ്ങളെ തള്ളി പറഞ്ഞാൽ പോലും നാളെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ കാൽച്ചുവട്ടി വരും. അപ്പം അത്ര അത്ഭുതകരമായ ഒരു വിദ്യയാണിത്. എന്ത് വാസ്തുദോഷം ഉണ്ടെങ്കിലും, ശത്രുദോഷം ഉണ്ടെങ്കിലും, ശാപദോഷം ഉണ്ടെങ്കിലും, മുൻജന്മ കർമ്മദോഷങ്ങൾ ഉണ്ടെങ്കിലും ഒക്കെ മാറ്റുവാനും ഏത് ആഗ്രഹങ്ങളും സാധിച്ചു തരുവാനും ശക്തിയുള്ള ഒരു രഹസ്യവിദ്യയാണ്. ആരെയും നിങ്ങളുടെ വരുതിയിൽ വരുത്താവുന്നതാണ്. എന്ന് വെച്ചാൽ നല്ല കാര്യത്തിനെ ചെയ്യാവുള്ളൂ കേട്ടോ. നമ്മൾ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്തരം ദിവ്യമായ അറിവുകൾ ഉപകരിക്കരുത്. അത് തിരിച്ചൊടി കിട്ടും. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാകാൻ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഭാര്യയും ഭർത്താവും ഐക്യമില്ല, ഒന്നാകാൻ, ഇങ്ങനെ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നിങ്ങൾക്ക് അത്ഭുതകരമായ ഒരു പ്രഭാത രഹസ്യം പറഞ്ഞുതരാം. എന്തു കാര്യം സാധിച്ചെടുക്കുക, പരീക്ഷിച്ച് നോക്കൂ. അങ്ങനെ പറയുന്നത്, പരീക്ഷിച്ച് നോക്കൂ. കാരണം പരീക്ഷിച്ചിട്ടുണ്ട്, ഫലം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പരീക്ഷിച്ച് നോക്കൂ. രാവിലെ നിങ്ങൾ സൂര്യൻ ഉദിക്കുന്ന ഒരു 6:30 എന്ന് വെച്ചു, അതിന് ഒരു അരമണിക്കൂർ നിങ്ങൾ മുമ്പ് എഴുന്നേൽക്കുക. എന്നിട്ട് ഒന്നുകിൽ കൈയും കാലും കഴുകുക, അല്ലെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ കൈയും കാലും മുഖവും കഴുകുക. എന്ത് വേണമെങ്കിലും ചെയ്യുക, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. എന്നിട്ട് ഒരു കസേരയിലോ എങ്ങനെ വേണമെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നിലത്തോ കസേരയിലോ ഇരുന്ന് നിങ്ങൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്നു ഞാനീ പറയുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്യുക.
ഓം ശിം ശിവായ നമ എന്ന് വാഗൊണ്ട് 3 തവണ ജപിക്കുക. എന്നിട്ട് മനസ്സ് ജപിക്കുക. ഓം ഇല്ലാതെ ശിം ശിവായ നമ. മനസ്സിലാവുന്നുണ്ടല്ലോ? പറയുന്ന പോലെ ചെയ്യാവുള്ളൂ, പറയുന്നതിന് അപ്പുറം ചെയ്യരുത്, ഇപ്പുറവും ചെയ്യരുത്. ഒന്നുകൂടെ പറഞ്ഞുതരാം. വാഗൊണ്ട് ഓം ശിം ശിവായ നമ എന്ന് ജപിക്കുക. മനസ്സിൽ ഓം ഇല്ലാതെ ശിം ശിവായ നമ എന്ന് ജപിക്കുക. ഇത് വാഗൊണ്ട് ജപിക്കുന്നത് 3 തവണ ജപിക്കണം, മനസ്സ് ജപിക്കുന്നത് 3 തവണ ജപിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം, അത്യാവശ്യം വേണ്ട ഒരു കാര്യം, ആ കാര്യം മനസ്സിൽ ചിന്തിക്കുക. ആ കാര്യം നടക്കുന്നതായിട്ട് ചിന്തിക്കുക. ആ കാര്യം നടക്കുന്നതായിട്ട് ചിന്തിക്കുക. നമുക്ക് നടത്തിയെടുക്കാം. നടക്കുന്നതായിട്ട് ചിന്തിക്കുക. ആ കാര്യം മാത്രം ചിന്തിക്കുക. മനസ്സിൽ കാണുക ആ കാര്യം നടക്കുന്നതായിട്ട്. ഇപ്പം നിങ്ങളൊരു വീട് വാങ്ങണമെന്നാന്ന് വിചാരിച്ചു. നിങ്ങൾ വീട് വാങ്ങുന്നതായിട്ട് അങ്ങ് വിചാരിക്കുക. മനസ്സിൽ വിചാരിക്കുക നിങ്ങളൊരു വീട് വാങ്ങുന്നു, അല്ലെ ഏത് കാര്യം വേണേലും, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ആ കാര്യം നടക്കുന്നതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ദീർഘശ്വാസം പതുക്കെ എടുക്കുക. പതുക്കെ ദീർഘമായിട്ട് ശ്വാസം എടുത്ത് പതുക്കെ വിടുക. അപ്പോൾ ഒരു മന്ത്രവും ജപിക്കേണ്ട, ഒന്നും മനസ്സിൽ ചിന്തിക്കുകയും വേണ്ട. ശ്വാസം പതുക്കെ എടുത്ത് ദീർഘമായിട്ടെടുത്ത് പതുക്കെ വിടുക. അങ്ങനെ 3 തവണ ചെയ്യണം. ശ്വാസം എടുത്തിട്ട് പിടിച്ചു നിർത്തണ്ട. ശ്വാസം പതുക്കെ നിങ്ങളൊക്കെ കൊണ്ട് പറ്റുന്ന പോലെ പതുക്കെ എടുക്കുക, പതുക്കെ വിടുക. ദീർഘമായിട്ട് വേണം. ദീർഘമായിട്ട് പതുക്കെ എടുക്കണം, ദീർഘമായിട്ട് പതുക്കെ വിടണം. 3 തവണ ചെയ്യുക. എന്നിട്ട് ഒരു ചിന്തയുമില്ലാതെ, ശ്രദ്ധിച്ചു കേട്ടോണം, ഒരു ചിന്തയുമില്ലാതെ കണ്ണടച്ചു വെറുതെ ഇരിക്കുക. ഒരു ചിന്തയും ഇല്ലാതെ അതൊരു 1/2 മിനിറ്റോ 1 മിനിറ്റോ ഇരിക്കുക. ഇത് നിത്യേന രാവിലെ നിങ്ങൾ ചെയ്യുക. ശരിയായിട്ട് ചെയ്താൽ ഏതാഗ്രഹവും നിങ്ങളുടെ നടന്നിരിക്കും. ഒരു ദിവസം ചെയ്താൽ നടക്കുമെന്നല്ല പറഞ്ഞ്, ചിലർക്ക് ചിലപ്പോൾ ഒരു ദിവസം ചെയ്താൽ നടക്കാം. പക്ഷെ ദിവസവും ചെയ്യുക, ദിവസവും ചെയ്യുക. ചിലർക്ക് ചിലപ്പോൾ പല ദിവസങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും മാറ്റം ഉണ്ടാകുന്നത്. പക്ഷെ കാര്യം നടന്നിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ. ദിവസവും രാവിലെ ചെയ്യുക. ഒരു കാര്യം നടന്നിട്ട് പിന്നെ അടുത്ത കാര്യത്തിന് വേണ്ടി ചെയ്യുക. എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, നടക്കാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് ന്യായമായിട്ട് കിട്ടേണ്ട, നല്ല രീതിയിലുള്ള, നിങ്ങൾക്ക് അർഹമായ ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങളിലേക്ക് ആ കാര്യം എത്തുമെന്നുള്ളതാണ്. നിങ്ങൾക്കത് നടന്നു കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ വിശ്വാസം വേണം. ഇത് ചെയ്തിട്ട് അയ്യോ ഇത് ശരിയാകുമോ, ഇങ്ങനെ ചെയ്താൽ എങ്ങനെ നടക്കാനാ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഒരു കാര്യമില്ല. ഇത് ചെയ്യുക, പിന്നെ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കരുത്, ഉടനെ ഒന്നും ചിന്തിക്കരുത്. നിത്യേന രാവിലെ ചെയ്യുക. പ്രഭാത രഹസ്യമായ ശിവവിദ്യ, പ്രഭാത രഹസ്യമായ ശിവവിദ്യയാണിത്. എന്തും സാധിച്ചെടുക്കാൻ പറ്റും. അത്ഭുതമായ വിദ്യ. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്ത് കഴിവില്ലേലും, എന്ത് കഴിവുകേടുകൾ ഉണ്ടേലും, നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യവും നിങ്ങൾ ഏറ്റവും മിടുക്കനായിട്ട് നേടിയെടുക്കും. അത്ഭുതമായ കാര്യമാണ്. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതൊരു വീടായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, ഒരു പദവി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ നിത്യേന ചെയ്യുക. ഇത് ഈ പ്രഭാതത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. പ്രഭാതം എന്ന് പറഞ്ഞാൽ ഒരു ഉണർവാണ്. ആ സമയത്തുള്ള ഉണർവ് വേറൊരു സമയത്ത് അത് കിട്ടത്തില്ല. രാവിലെ ചെയ്യേണ്ട വിദ്യ രാവിലെ തന്നെ ചെയ്യണം. മറ്റൊരു സമയത്ത് ആ ഒരു ഉണർവ് കിട്ടത്തില്ല. നമ്മളുടെ ബോധത്തിന്, നമ്മളുടെ ബ്രെയിന് ഒക്കെ ഒരു ഉണർവാണ് ഈ പ്രഭാതത്തിൽ കിട്ടുന്നത്. സൂര്യോദയത്തിന് മുമ്പ് ഇതുപോലെ ചില രഹസ്യ കാര്യങ്ങൾ ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. പലരുടെയും പരാജയത്തിന്റെ ഒരു കാരണം ഈ സൂര്യോദയത്തിന് ശേഷവും കിടന്നുറങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. സൂര്യോദയത്തിന് മുമ്പേ ഒരു 1/2 മണിക്കൂർ മുമ്പേ എഴുന്നേക്കണം. പരീക്ഷിച്ച് നോക്കൂ. ഒരു 3 മാസം, ഒരു 6 മാസമൊക്കെ പരീക്ഷിച്ച് നോക്കൂ. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും. എത്ര ആളുകൾ കൊള്ളാത്തവനെന്ന് പറയുന്നവനാണേലും അവൻ ഏറ്റവും മിടുക്കനായിരിക്കും. ആളുകൾ അവനെ പ്രശംസിക്കും, അവനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കും. അല്ലെ അവന്റെ അതുപോലെ ഉയർച്ച കണ്ട് അന്താളിക്കും. അതുപോലെ മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ഇത് പ്രഭാത രഹസ്യമാണ്, ശിവരഹസ്യമാണ്. നിങ്ങളത് പ്രയോജനപ്പെടുത്തുക, നിത്യേന ചെയ്യുക. ഇതാർക്കും ചെയ്യാം കേട്ടോ. ഇനിയും ഈ പല ഈ ഓഫീസുകളും അല്ലെ കടകളും ഒക്കെ ഇപ്പം സാമ്പത്തികമായിട്ട് ഒരു തകർച്ചകൾ ഉണ്ടാകുന്ന പല സമയങ്ങളും ആണല്ലോ. സാമ്പത്തികമായിട്ട് പലരോടും ചോദിക്കുമ്പോൾ എന്നോട് ഒരുപാട് കടകളിലൊക്കെ കച്ചവടമില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതുപോലെ വീടുകളിലും ചെയ്യാം, കടകളിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
അപ്പോൾ ഇതുവരെ പറയാത്ത ഒരു രീതിയാണ് ഈ പറയുന്നത്. അതായത് ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിലൊരു പ്രത്യേകമായ രീതിയാണ് ഇപ്പം പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ വീട്ടിൽ അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ മേടിക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ പറയാത്തൊരു പ്രത്യേക രീതി ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. ഈ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോയ്ക്ക് മറ്റു ഫോട്ടോകളെക്കാട്ടിയും വലിപ്പം കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അയ്യപ്പസ്വാമിയുടെ ഒരു ഫോട്ടോ ഉണ്ട്, 18-ാം പടിയുള്ള, അത് ചെറിയ ഫോട്ടോ ആണെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി ആ ഫോട്ടോ ഉണ്ടെങ്കിൽ പുതിയ ഫോട്ടോ മേടിക്കേണ്ട കാര്യമില്ല. പുതിയതായിട്ട് മേടിക്കുന്ന ഒരു അല്പം വലിയ ഫോട്ടോ മേടിക്കാൻ ശ്രമിക്കുക. ആ ഫോട്ടോയുടെ മുന്നിൽ രാവിലെ കൈയും കാലും മുഖം കഴുകിയിട്ട് ഒരു തട്ടത്തിൽ ഇച്ചിരി ഭസ്മം ഇട്ടിട്ട് ആ ഭസ്മം തട്ടത്തിൽ ഇട്ട് നിരത്തിയിട്ട് 3 കർപ്പൂരം വെച്ച്, സാധാ കർപ്പൂരം വെച്ച് തട്ടത്തിൽ കർപ്പൂരം കത്തിച്ച് അയ്യപ്പസ്വാമിയെ കാണിച്ച് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ, ഈ സ്വാമിയേ എന്ന് പറയുമ്പോൾ ഈ നട്ടലിന് താഴേന്ന് ഈ തൊണ്ടക്കുഴിയുടെ അവിടം വരെ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വാമിയേ എന്ന് പറയും. ശരണമയ്യപ്പ എന്ന് പറയുമ്പോൾ തൊണ്ടക്കുഴിയുടെ അവിടുന്ന് ഈ തലയ്ക്ക് പുറകിലൂടെ ഈ ഉച്ചിയിലേക്ക് വന്നിട്ട് അവിടുന്ന് പ്രപഞ്ചത്തിലേക്ക് ഒരു പ്രകാശം പോകുന്നതായിട്ട് സങ്കല്പിച്ച് അയ്യപ്പ എന്ന് ജപിക്കണം. അപ്പോൾ ഒരു വെള്ളപ്രകാശം നട്ടലിന് താഴേന്ന് ഈ തൊണ്ടക്കുഴിയുടെ അവിടം വരെ നട്ടലിൽ കൂടെ വരുന്നതായിട്ട് സങ്കല്പിച്ച് സ്വാമിയേ എന്ന് ജപിക്കുക. എന്നിട്ട് ഈ തൊണ്ടക്കുഴിയുടെ അവിടുന്ന് തലയുടെ പുറവശം വരി ഈ ഉച്ചി വന്നിട്ട് അവിടുന്ന് പിന്നെ ഈ ശൂന്യതയിലേക്ക് ഒരു വെള്ളപ്രകാശം പോകുന്നതായിട്ട് സങ്കല്പിച്ച് ശരണമയ്യപ്പ എന്ന് ജപിക്കുക. അപ്പാന്ന് നീട്ടണം, ശരണമയ്യപ്പ സങ്കല്പിച്ചാൽ മതി. അപ്പൊ അയ്യപ്പ എന്ന് പറയുമ്പോൾ തൊണ്ടക്കുഴിയുടെ അവിടുന്ന് മുകളിലേക്ക് തലയുടെ പുറവശം വഴി മുകളിലേക്ക് സങ്കല്പിച്ചാൽ മതി. ഒരു പ്രകാശം വന്ന് ഉച്ചിയുടെ അവിടെ വന്ന് അത് ഈ പ്രപഞ്ചത്തിലേക്ക് പോകുന്നു. അയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഇങ്ങനെ ജപിക്കുക. നിങ്ങൾ സ്വാമിയുടെ അത്ഭുത ശക്തി അറിയും. 1 കർപ്പൂരോ 3 കർപ്പൂരം വേണമെന്നില്ല, 1 കർപ്പൂരം ആണെങ്കിലും മതി കേട്ടോ. രാവിലെയും വൈകിട്ടും ചെയ്യുക. ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തവർ അല്ലാതെ വെറുതെ സ്വാമിയെ ഹൃദയത്തിൽ ധ്യാനിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് സമ്പത്ത് വേണം, ധനം വേണം, സർവ്വതും മംഗളമാക്കി തരണം, സ്വാമി ശരണം എന്ന് പറഞ്ഞ് കത്തിച്ചാലും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യാൻ മനസ്സിലായവർ, ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. ലളിതമായ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടിൽ പറ്റുകയാണെങ്കിൽ ധന്വന്തരമൂർത്തിയുടെ ഒരു ഫോട്ടോ വാങ്ങണം. ഈ ധന്വന്തരമൂർത്തിയുടെ ഫോട്ടോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ധന്വന്തരമൂർത്തിയെ പലർക്കും ശരിക്കും അറിയത്തില്ല. ധന്വന്തരമൂർത്തി ഭഗവാൻ നാരായണന്റെ തന്നെ അവതാരമാണ്. ഭഗവാൻ നാരായണൻ തന്നെയാണ്. ധന്വന്തരമൂർത്തിയെ വൈദ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതലും ഭജിക്കാറുള്ളത്. പക്ഷെ അതല്ല, അതിനപ്പുറത്തും ചില കാര്യങ്ങളുണ്ട്. ഏത് കാര്യത്തിനും ധന്വന്തരമൂർത്തിയെ വിളിക്കാം. സമ്പത്തുണ്ടാകാൻ, ഐശ്വര്യം ഉണ്ടാകാൻ, ഒരാളുടെ സ്വഭാവം മാറാൻ, അതാണ് അതിൻ്റെ രഹസ്യം. മദ്യപാനം, ലഹരി, വഴക്ക്, അല്ലാതെ ദുരിതങ്ങള്, ശാരീരികമായ ദുരിതങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ പ്രധാനമായിട്ടും ഡോക്ടറെ കാണാൻ, ട്രീറ്റ്മെന്റ് എടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ധന്വന്തരമൂർത്തിയെ വിളിക്കാം. സ്വഭാവം മാറാൻ, ഈ എത്ര അലമ്പായിട്ടും മദ്യപാനമായിട്ടും ഉള്ളവരും ഒക്കെ മാറാനും, അതുപോലെ ഒരു വീട്ടില് എത്രയാണെങ്കിലും കലഹങ്ങളെ ദുരിതങ്ങൾ മാറുന്നില്ലെങ്കിലും ഈ ധന്വന്തരമൂർത്തിക്ക് വിളിക്കാം. അതൊരു അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ. ധന്വന്തരമൂർത്തി എങ്ങനെ വിളിക്കണമെന്നറിയാം. ഇതുപോലെ തന്നെ ധന്വന്തരമൂർത്തിയുടെ ഒരു ഫോട്ടോ വാങ്ങണം. അതിപ്പം ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും, ഈ ഫോട്ടോ കിട്ടും. ഇനിയിപ്പം കൊച്ചു പിള്ളേരോടൊക്കെ പറഞ്ഞാൽ അവർക്കറിയാം ഈ ഗൂഗിളിൽ നിന്നൊക്കെ മേടിക്കുന്നത്. പ്രായമുള്ളവർക്ക് അറിയത്തില്ലെങ്കിൽ ഈ അങ്ങനെ മേടിക്കാൻ പറയും. മറ്റേ ഏതും കിട്ടും. ഈ ഗൂഗിളിലൊക്കെ നെറ്റിലൊക്കെ നോക്കിയാൽ കിട്ടും. ധന്വന്തരമൂർത്തിയുടെ ചെറുതോ വലുതോ മേടിക്കാൻ, അത് കുഴപ്പമൊന്നുമില്ല. വലുതോ ഇടത്തരം വലുതോ അല്ലെ ചെറിയ വലുതോ ആണേലും അല്ലെ ചെറുതാണേലും ഒന്നും കുഴപ്പമില്ല. ആ ഫോട്ടോ വീടിൻ്റെ എവിടെ വേണേലും വെക്കാം. ആ ഫോട്ടോയുടെ മുന്നിൽ ഇതുപോലെ ഒരു തട്ടത്തിൽ ഭസ്മം ഇട്ട് നിരത്തിയിട്ട് ഒരു കർപ്പൂരം കത്തിച്ച്, അപ്പൊ അത് കർപ്പൂരം കത്തിക്കുന്നത് പച്ചക്കർപ്പൂരം കത്തിക്കണം. അത് ഇവിടെ കിട്ടും, പച്ചമരുന്നോടെ കിട്ടും. വലിയ വിലയൊന്നുമില്ല കേട്ടോ പച്ചക്കർപ്പൂരത്തിന്. നമുക്ക് ഒരുപാട് ഇങ്ങനെ ഈ ചെറിയ പാളി പോലെ അത് ഒടിച്ച് ഒരു അല്പം വെച്ചാൽ മതി. ഒരു അല്പം മതി, ഒരു ഇങ്ങനെ പാളി പോലെ ഇരിക്കുന്നത് അത് ഒടിച്ചിട്ട് ഒരു ചെറിയ പീസ് വെച്ചാൽ മതി, ഒടിച്ച് വെച്ചാൽ മതി. അത് ഭസ്മത്തെ വെച്ച് കത്തിച്ച് ധന്വന്തരമൂർത്തിയുടെ മുന്നിൽ ധന്വന്തരമൂർത്തിയെ ഓം നമോ നാരായണായ ജപിച്ചിട്ട് ധന്വന്തരി ഭഗവാനെ
എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ സമ്പത്ത്, ഐശ്വര്യം, ആയുരാരോഗ്യ, സമ്പൽ സമൃദ്ധി, വീട്ടിലെല്ലാവർക്കും സത് ചിന്ത, സത് സ്വഭാവം, ധന്വന്തരമൂർത്തിയുടെ അനുഗ്രഹം സർവ്വതും മംഗളമാക്കി തരണം, സമ്പത്ത് നൽകണം എന്ന് പ്രാർത്ഥിച്ചു നോക്കിയ രാവിലെയും വൈകിട്ടും ആ കുടുംബത്തിലെ ആളുകളുടെ സ്വഭാവം നന്നാകും. സ്വഭാവത്തിനെന്തെങ്കിലും പോരായ്മ ഉള്ളവർക്ക് സ്വഭാവം നന്നാകും. മദ്യപാന ലഹരിയൊക്കെ ഉണ്ട്, അതൊക്കെ മാറും. വഴക്കുകൾ മാറും. അതുപോലെ സാമ്പത്തികം ഉണ്ടാകും, ഇഷ്ടംപോലെ സാമ്പത്തികം ഉണ്ടാകും, ഇഷ്ടംപോലെ. അതുപോലെ തന്നെ ദുരിതങ്ങൾ മാറി നിൽക്കും, മാനസികവും ശാരീരികവും ഒക്കെ ആണേലും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടറെ കാണാൻ, ട്രീറ്റ്മെന്റ് എടുക്കണം. അതിന്റെ കൂടെ നമ്മൾ ഇത് ചെയ്യുക, പ്രാർത്ഥിക്കുക എന്നുള്ളൂ. ദുരിതങ്ങൾ, വീട്ടിലെ ദുരിതങ്ങളെ, കടബാധ്യതകൾ എന്ന് വേണ്ട, ഈ ധന്വന്തരമൂർത്തിയുടെ കാര്യം നിങ്ങളും ചെയ്തു നോക്കുക. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നവരെ, സൗകര്യമുള്ളവരെ, ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ലക്ഷക്കണക്കിന് ആളുകളാണ് വീഡിയോ കാണുന്നത്. പലർക്കും പലതായിരിക്കും പറ്റുന്നത്. അവനവനെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക, വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിവിടെ പ്രയത്നിക്കുകയും കൂടെ വേണം. ഈ ധന്വന്തരമൂർത്തിയുടെ ഇത് ചെയ്യുക, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുന്നുള്ളതാണ്. അത് രാവിലെ വൈകിട്ടും ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഇനി സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവർ അശുദ്ധി ഉള്ളപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യണ്ട, ശുദ്ധി ഉള്ളപ്പം ചെയ്താൽ മതി. അപ്പം പുരുഷന്മാർക്ക് ചെയ്യാം, അതിനകത്ത് തെറ്റൊന്നുമില്ല. പിന്നെ ശുദ്ധി അശുദ്ധി ഒന്നും മനസ്സിനില്ല കേട്ടോ, അത് വേറൊരു രഹസ്യമാണ്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. ശുദ്ധി അശുദ്ധി ഒന്നും മനസ്സിനില്ല. നമുക്ക് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ ശുദ്ധിക്കോ അശുദ്ധിക്കോ എല്ലാം അപ്പുറത്താണ്. പിന്നെ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായിട്ടും ആ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് ശുദ്ധി അശുദ്ധിയൊക്കെ, ആ അശുദ്ധിയുള്ള സമയത്ത് പോകരുത്. നമുക്ക് ഈശ്വരനെ വിളിക്കുന്നതിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല, അത് വിളിക്കുക, അതിനൊന്നും തെറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇപ്പം ചിലർക്കും പല വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പം അശുദ്ധി ഉള്ളപ്പോൾ ഈ ചില നാമജപങ്ങൾ ഒഴിവാക്കും. അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുക. പിന്നെ അല്ലാത്ത സമയത്ത് ശുദ്ധി ഉള്ളപ്പം ചെയ്താൽ മതി, ഈ കർപ്പൂരം കത്തിക്കുന്നതൊക്കെ കേട്ടോ, അതിലും തെറ്റൊന്നുമില്ല. പിന്നെ ഇതെല്ലാം മനസ്സിന്റെ ഒരു ഭാവങ്ങളാണ്, മനസ്സിന്റെ നന്മയാണ് ഇതെല്ലാം. മനസ്സിന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല, അത് ആദ്യം മനസ്സിലാക്കുക. ഈശ്വരൻ ഇതിനെല്ലാം അപ്പുറത്ത് നിൽക്കുന്ന ഊർജ്ജമാണ്. ഊർജ്ജത്തിന് എന്നാ ശുദ്ധി അശുദ്ധിയാണ്? ഊർജ്ജമാണ് ഈശ്വരൻ. ഈശ്വരൻ ഇതിനെല്ലാം അപ്പുറത്ത്, എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. എല്ലാത്തിനെയും. ശിവന് ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയും, ശിവമന്ത്രങ്ങൾ എപ്പം വേണേലും ജപിക്കാം. പിന്നെ ഈ രാജഗോപാല മന്ത്രം, അങ്ങനെയുള്ള ചില മന്ത്രങ്ങളുണ്ട്, അതൊക്കെ അശുദ്ധി ഉള്ളപ്പോൾ പാടില്ല. അതുപോലെ ചര്യ, വ്രതനിഷ്ഠ, ആഹാരനിഷ്ഠ, ഇതൊക്കെ ആവശ്യമാണ്. അല്ലാതെ ശിവമന്ത്രങ്ങളും സാധാരണ ഓം നമോ നാരായണ ശിവമന്ത്രങ്ങളൊക്കെ എപ്പം വേണേലും ജപിക്കാനൊന്നും കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഈ കർപ്പൂരം കത്തിക്കുന്നത് സ്ത്രീകളാണെങ്കിൽ അശുദ്ധി ഉള്ളപ്പോൾ ഒഴിവാക്കുക, ശുദ്ധി ഉള്ളപ്പോൾ മതി. പുരുഷന്മാർക്ക് എപ്പോഴും ചെയ്യുക, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചെയ്യുക കേട്ടോ, നന്നായിരിക്കും. അപ്പോൾ ഈ മന്ത്ര രഹസ്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം. മന്ത്ര രഹസ്യം, ഈ മന്ത്രങ്ങളുടെ ഒരു രഹസ്യം പറഞ്ഞുതരാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരും പറഞ്ഞു തരത്തില്ല, അങ്ങനെയുള്ള കാര്യം പറഞ്ഞുതരാൻ പറഞ്ഞു. നമ്മൾ മന്ത്രം ജപിക്കുന്നു. മന്ത്രം ജപിക്കുമ്പോൾ ആ മന്ത്രത്തെ പ്രകാശമായിട്ട് ഉള്ളിൽ കാണണം. ഇപ്പൊ ഈ യനമശിവ ജപിക്കുന്നു, മനസ്സിൽ ആ യനമശിവ എന്നുള്ളൊരു വെട്ടമായിട്ട് കാണണം. അത് വശപ്പെടും, ആ മന്ത്രം ഫലമാകും. അത് ഏത് മന്ത്രം ജപിച്ചാലും. ഓം നമോ നാരായണ ജപിക്കുന്നു, ആ മന്ത്രം മനസ്സിലൊരു വെട്ടമായിട്ട്, ഒരു പ്രകാശമായിട്ട് കാണുക. ആ മന്ത്രം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലമുണ്ടാകും. അതെന്താ അങ്ങനെ? ഈ എനർജിയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഊർജമാണ്. എല്ലാ വസ്തുക്കളുടെയും എല്ലാത്തിൻ്റെ ഉള്ളിൽ ഊർജമാണ്. ഈ ഊർജം തന്നെയാണ് അത് ഫ്രീക്വൻസി. അത് ഫ്രീക്വൻസി ആകുന്നു, ഫ്രീക്വൻസി ഊർജമാകുന്നു. ഇതെല്ലാം ഊർജ തലത്തിലുള്ള പരിണാമങ്ങളാണ്. അപ്പോൾ നമ്മൾ പ്രകാശം എന്ന് പറയുന്നത് ഊർജമാണ്. ആ മന്ത്രത്തെ ഊർജമായിട്ട് അനുഭവിച്ചാൽ ആ ഊർജം പ്രപഞ്ചബോധവുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകും, അല്ലെങ്കിൽ ആ ശക്തിയുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആകും. അങ്ങനെ നമ്മളിലേക്ക്, നമ്മൾ ഏത് ദേവന്റെ മന്ത്രം ജപിച്ചാലും ആ ദേവന്റെ അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു വരും. അവിടെ ഒരാവശ്യവും പറയണ്ട, എനിക്ക് അത് വേണം ഇത് വേണമെന്നൊന്നും പറഞ്ഞില്ലേ പോലും, പറഞ്ഞാലും തെറ്റൊന്നുമില്ല, പറഞ്ഞില്ലേ പോലും ആ കാര്യം സാധിച്ചിരിക്കും. ആ മന്ത്രത്തെ ഒരു വ്യക്തമായിട്ട്, പ്രകാശമായിട്ട് ഉള്ളിൽ കണ്ട് മനസ്സുകൊണ്ട് ജപിച്ചാൽ അത് ഫലം. ഇതാരും പറഞ്ഞു തരത്തില്ല ലോകത്തിൽ തന്നെ. ഇത് അതീവ രഹസ്യമായ ഒരു വിദ്യയാണ്. ആ ഒളി, ആ പ്രകാശമാണ് ഈശ്വരൻ. ആ പ്രകാശമാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ സങ്കല്പിക്കുന്ന ആ പ്രകാശം, അതാണ് ഈശ്വരൻ.
ആ ഒളിയെ കാണുന്നവൻ ഈശ്വരനെ കണ്ടു. മനസ്സിലാകുന്നുണ്ടോ? അതിന് പര ഒളി എന്നൊക്കെ പറയും. പരമേശ്വരൻ, ഭഗവാൻ, അല്ലെങ്കിൽ ഏത് ദേവനാണേലും ആ ദേവന്റെ മന്ത്രം വ്യക്തമായിട്ട് ഉള്ളിൽ പ്രകാശമായിട്ട് കണ്ട്, മന്ത്രത്തെ പ്രകാശമായിട്ട് കാണണം. മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. അങ്ങനെ മനസ്സുകൊണ്ട് ജപിക്കണം. ആ പ്രകാശത്തെ മനസ്സുകൊണ്ട് നോക്കി പിന്നെ ഇരിക്കണം. പിന്നെ ആ പ്രകാശത്തെ മനസ്സ് ലയിച്ചിരിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഈശ്വരനെ അറിയും. ഏത് ദേവതയുടെ മന്ത്രം ജപിക്കുന്ന ആ ദേവത നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് വരും. ഒരു കാര്യം പോലും പറഞ്ഞില്ലേ പോലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തരും. അവിടെയാണ് ജീവിതം മാറുന്നത്. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഇങ്ങനെയുള്ള വിദ്യകളാണ് അറിയേണ്ടത്. ഇതാണ് വിദ്യ. ഇതാണ് വിദ്യ. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പരമേശ്വരനും പരമേശ്വരിയെ അനുഗ്രഹിച്ചാൽ പിന്നീട് എപ്പോഴെങ്കിലും ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞു തരാം. അതിന് ഉള്ള അവസരവും അനുഗ്രഹവും എല്ലാം പരമേശ്വരനും പരമേശ്വരിയും എനിക്കും നൽകുമാറാകട്ടെ, നിങ്ങൾക്കും നൽകുമാറാകട്ടെ. എനിക്ക് പറയാനും നിങ്ങൾക്കത് കേൾക്കാനും ചെയ്യാനും ഒക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി എല്ലാ കാര്യത്തിനും എപ്പോഴും ഈശ്വര അവിടത്തേക്ക് നന്ദി, ഈശ്വര പരമേശ്വര പരമേശ്വരി അവിടത്തേക്ക് നന്ദി, നന്ദി ഈശ്വര നന്ദി എന്നെല്ലാം ചെറിയ എല്ലാ കാര്യം ചെയ്യുമ്പോഴും മനസ്സിൽ നന്ദി പറയുക. എല്ലാ കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇപ്പം ജോലി ചെയ്തിട്ട് പണം കിട്ടുന്നു, ഈശ്വര നന്ദി, പരമേശ്വര നന്ദി, പരമേശ്വരി നന്ദി. നിങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഈശ്വര നന്ദി. നിങ്ങൾ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നു, ഈശ്വര നന്ദി. എന്തു ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ ഒരു തവണ ഈശ്വര നന്ദി എന്ന് പറയാം. അത്ഭുതകരമായ ജീവിതത്തിൽ മുഴുവൻ പിന്നെ സംഭവിക്കുന്ന അത്ഭുതങ്ങളായിരിക്കും. നിങ്ങൾ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയായിരിക്കും. നിങ്ങളേക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ. ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവ.